കത്തോലിക്ക കുടുംബങ്ങളുടെ നവീകരണത്തിന് കാരണമായി തീർന്ന ഒന്നാണ് കത്തോലിക്ക സഭയിൽ ആരംഭിച്ച വിവാഹ ഒരുക്ക ധ്യാനം എന്ന് എല്ലാവർക്കും അറിയാം. ഈ വിവാഹ ഒരുക്ക ധ്യാനം പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഈ വിവാഹ ഒരുക്ക ധ്യാനത്തിന് പ്രീ ക്യാന കോഴ്സ് എന്നാണ് പറയുക. ഏതായാലും കത്തോലിക്ക സഭാ വിഭാഗങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മത വിഭാഗങ്ങൾക്കും നല്ലത് എന്ന് തോന്നിയ ഒരു വലിയ കാര്യമാണ് കത്തോലിക്ക സഭ തുടങ്ങിയത് എന്ന് പലരും പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ വിവാഹ ഒരുക്ക ധ്യാനം കേരള കത്തോലിക്ക സഭയിൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 25 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. തീർച്ചയായും ഈ ഒരു നല്ല കാര്യം സഭ തുടങ്ങി വെച്ചെങ്കിലും ആ ഒരു കാര്യം ഏതുദ്ദേശത്തോടു കൂടെ ആരംഭിച്ചുവോ ആ ഉദ്ദേശം യാഥാർത്ഥ്യമാക്കാൻ സഹായകമായോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ധ്യാനം നല്ലതാണ് എന്ന് പരക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് അത്ര നന്നല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഏതായാലും സഭാതനയരുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ ഒരു സഭാ ശുശ്രൂഷയെ വിലയിരുത്തുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. കടന്നുപോയ 25 വർഷങ്ങളിലൂടെ തീർച്ചയായും ഒട്ടേറെ നല്ല കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഈ വിവാഹ ഒരുക്ക ധ്യാനത്തിലൂടെ സാധിച്ചിട്ടുണ്ടാവാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടാവാം. അതുകൊണ്ട് തന്നെ നാം ഇവിടെ ഒരു ചർച്ച തുടങ്ങുകയാണ്. ഇതൊരു തുടക്കമാണ്. കാരണം ഈ ചർച്ച സഭയുടെ പല വേദികളിലേക്കും വ്യാപിക്കണം. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ വിവാഹ ഒരുക്ക ധ്യാനം കൂടുതൽ നന്നാക്കാനായി സഭാമക്കൾ നൽകണം. അതിനൊന്ന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. ഈ ചർച്ചയിൽ ഇന്ന് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ 6 അൽമായരാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് ജോബ് സാറ്, അദ്ദേഹം കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ഡയറക്ടറാണ്. ബഹുമാനപ്പെട്ട കുരിയാച്ചൻ PA സാറ്, അദ്ദേഹം SB ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ബഹുമാനപ്പെട്ട മാത്യു കണമല സാർ, അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുൻപ് വിവാഹ ഒരുക്ക ധ്യാനത്തിൽ കൂടിയ വ്യക്തിയാണ്. അതിനപ്പുറത്ത് അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും ഒപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല ഒരു കൗൺസിലറുമാണ്. ബഹുമാനപ്പെട്ട PC അനിയൻകുഞ്ഞ് സാർ, അദ്ദേഹം എടത്വ സെൻറ്റ് അലോഷ്യസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോജി ചിറയിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയും ഒപ്പം ഗവൺമെൻറ് ലീഡറുമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രേഖ മാത്യൂസ് ടീച്ചർ, കോളേജ് അധ്യാപികയാണ്. അമലഗിരി BK കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ്. ഇവരോടൊപ്പം ചർച്ചയ്ക്കായി പിതൃവേദിയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് കൈലാത്തുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ KCYM യുവദീപ്തിയുടെ പ്രസിഡൻ്റായിരുന്ന ജോജിയുണ്ട്. മാടപ്പള്ളി ഇടവകാംഗമായ, ഒപ്പം തൊട്ടു മുമ്പ് വിവാഹ ഒരുക്ക ധ്യാനത്തിൽ കൂടിയ അധ്യാപകനായ ശ്രീ ടോമുണ്ട്. ജോജിയുടെ പ്രിയതമ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റും കുറുമ്പനാടം ഫൊറോനയിലെ മാതൃ ജ്യോതിസിൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീമതി ബീനയുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ചർച്ച ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയിൽ ഇനിയും
തുടരേണ്ടുന്ന വലിയ ചർച്ചയ്ക്ക് ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുവാനായി ബഹുമാനപ്പെട്ട ജേക്കബ് ജോബ് സാറിനെ ക്ഷണിക്കുകയാണ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനാണ്. കേരള സഭയ്ക്ക് മുഴുവൻ അഭിമാനമായി കേരള വനിതാ കമ്മീഷൻ്റെ ഡയറക്ടറായി അദ്ദേഹം സേവനം ചെയ്യുകയാണ്. അടുത്തയിടെ അറിയാനായിട്ട് ഇടയായി, ഈ വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഈ വിവാഹ ഒരുക്ക ധ്യാനത്തിൻ്റെ പാറ്റേണിൽ തന്നെ ഒരു ഒരുക്ക പരിപാടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി നടത്തുന്നതിനായി, ജാതിമത ഭേദമന്യുള്ള ആളുകൾക്കായി, ആ ഒരു ചിന്ത ഈ വനിതാ കമ്മീഷന് ഉണ്ടാകുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടായോ? ഒരുപക്ഷെ ഈ കത്തോലിക്കാ സഭ നടത്തുന്ന വിവാഹ ഒരുക്ക ധ്യാനം തന്നെ ആ ഒരു ചിന്ത നിങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായോ? സാറിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ സാധാരണ ക്ഷണിക്കുന്നു. തീർച്ചയായും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കേരള കത്തോലിക്കാ സഭ നടത്തുന്ന വിവാഹപൂർവ്വ കൗൺസിലിംഗ് ധ്യാനം അതുതന്നെയാണ് കേരള വനിതാ കമ്മീഷനെയും അതിൻ്റെ ഗുണപ്രാപ്തി, അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടറിഞ്ഞതുകൊണ്ടാണ് കേരള വനിതാ കമ്മീഷൻ അത്തരത്തിൽ ചിന്തിച്ചതും കഴിഞ്ഞ ഡിസംബറിൽ ആദ്യമായി കോവളത്ത് വെച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവമിഥുനങ്ങളെ, വിവാഹിതരാകാൻ പോകുന്ന വിവാഹാർത്ഥികളെയും അതുപോലെ തന്നെ വിവാഹം പ്രായമെത്തിയ താല്പര്യപൂർവ്വം വന്ന ആളുകളെയും അവരുടെ മാതാപിതാക്കളുടെ രേഖാമൂലമായ കത്തോടുകൂടി വന്നവരെ മാത്രമല്ലാതെ വന്ന് അറ്റൻഡ് ചെയ്ത് പോകാം എന്നാരും ധരിക്കുന്നില്ല. അത്തരത്തിൽ വന്ന 82ഓളം യുവതി യുവാക്കൾക്കാണ് ഞങ്ങൾ ആദ്യമായി കോവളത്ത് നടത്തിയ ക്യാമ്പിൽ വെച്ച് 3 ദിവസത്തെ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തി. അതിന് എല്ലാ കാര്യത്തിലും മാതൃകയാക്കിയെടുത്ത് കത്തോലിക്ക സഭ നടത്തുന്ന ഈ വിവാഹ ഒരുക്ക ധ്യാനം തന്നെയാണ്. അതേപോലെ തന്നെ 3 ദിവസം, പക്ഷേ വിവിധ ജാതി മതസ്ഥരായ എല്ലാ ആളുകളെയും, എനിക്ക് തോന്നുന്നത് കേരള കത്തോലിക്ക സഭ അല്ലാതെ അല്ലെ ഇതര ക്രൈസ്തവ സഭകളല്ലാതെ ആ കാര്യത്തിലേക്ക് രംഗത്ത് വന്നിട്ടുള്ളത് SNDP മാത്രമാണെന്ന് തോന്നുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ വിവാഹത്തിന് വേണ്ടി യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അവശേഷിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കണക്കിലെടുത്താണ് കേരള വനിതാ കമ്മീഷൻ അത്തരത്തിൽ ചിന്തിച്ചത്. ആ 3 ദിവസത്തെ കോഴ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. വിവിധ സഭാവിഭാഗങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് അതിന് അഭിനന്ദനം അറിയിച്ചു. അതോടൊപ്പം തന്നെ ഇതര സഭകൾ, CSI ഉൾപ്പെടെയുള്ള സഭകൾ നടത്തുന്ന വിവാഹ ഒരുക്ക ധ്യാനത്തിൽ ഈ കോഴ്സിൽ പങ്കെടുത്ത ആളുകൾ കേവലം 1 ദിവസം മാത്രം പങ്കെടുത്താൽ മതി എന്നൊരു ഇളവ് കൂടി അവർ പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് വനിതാ കമ്മീഷനിലേക്ക് ഒത്തിരിയേറെ അന്വേഷണ പ്രവാഹം വന്നു. ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ 3 ഭാഗങ്ങളിലായി, കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ഉടനെ തന്നെ വീണ്ടും 3 ഇത്തരം പ്രീ മാരേജ് കോഴ്സസ് കൂടി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയാണ്. സാറ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം അതിനോട് എനിക്ക് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾക്ക് വിവാഹത്തിന് മുൻപ് ഒരു പരിശീലനം, പഠന പരിപാടി വേണമെന്ന് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താണ്? കേരള വനിതാ കമ്മീഷന് മുമ്പിൽ വരുന്ന പരാതികൾ, അതാണ് ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചത്. യുവമിഥുനങ്ങളായ ദമ്പതികൾ, നവദമ്പതികളാണ് പലരും വിവാഹമോചനത്തിനായി കമ്മീഷൻ സമീപിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കോടതികളിലെ അത്തരക്കാരുടെ ഒരു പ്രളയം സമീപകാലത്ത് കൂടി എന്നുള്ളത് കമ്മീഷൻ്റെ കണ്ണ് തുറപ്പിക്കാൻ കാരണമായി. നമുക്ക് യാതൊരു ഒരുക്കവുമില്ല. നമുക്കറിയാം, മറ്റേത് വിദ്യാഭ്യാസപരമായി നമ്മൾ നോക്കിയാൽ ഏത് കോഴ്സിനും ഒരു അടിത്തറയുണ്ട്. നമ്മൾ LKG മുതൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആകുന്നത് വരെ നമുക്ക് എല്ലാത്തിനും വ്യക്തമായ ഒരു പ്ലാനിങ്ങും കരിക്കുലവും ഒക്കെ ഉണ്ട്. പക്ഷേ കുടുംബജീവിതത്തിന് മാത്രമായി അത്തരത്തിലൊരു കരിക്കുലമോ പ്ലാനിങ്ങോ ഒന്നും നമ്മുടെ സമൂഹം ഇതുവരെ ചിന്തിച്ചിട്ടില്ല, സഭയൊഴിച്ച്, അല്ലെങ്കിൽ ഇതര സമൂഹങ്ങൾ ഒഴിച്ച്. അതിൻ്റെ പോരായ്മ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ട് എന്ന് തോന്നി ഞങ്ങൾക്ക് ഈ കുടുംബകലഹങ്ങളും ഈ വിവാഹമോചനാർത്ഥികളുടെ ഒരു പെരുപ്പവുമൊക്കെ പരിഗണിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ചെയർപേഴ്സൺ ശ്രീമതി റോസക്കുട്ടി ടീച്ചർ, XMLA വയനാട് എന്നുള്ള ടീച്ചറും ഇതിലേറെ താല്പര്യവതിയാണ്. കാരണം കത്തോലിക്കാ സഭയുമായി ഏറെ ബന്ധപ്പെടുന്ന ചെയർപേഴ്സൺ. അപ്പം ഞങ്ങൾ ഒന്നിച്ചാലോചിച്ചപ്പോൾ ഇത്തരം കാര്യത്തിൽ നമുക്ക് സമൂഹത്തിന് സഭ കൊടുക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ സഭാംഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതര സമൂഹത്തിലെ ആളുകൾ കൊടുക്കുന്ന വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ,
അല്ലെങ്കിൽ ഒരു ഒരു യോഗ്യതയും ഇല്ലാതാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കുകയും അത് അനുസരിച്ച് പെരുമാറേണ്ടതാവുകയും ചെയ്തു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജേക്കബ് ജോബ് സാറ് പറഞ്ഞ ഇന്നത്തെ കുടുംബ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടിയിലേക്ക് പോകുന്നതിന് ബന്ധപ്പെട്ടവരെ പ്രേരിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളേറെ തൊട്ടറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോജി ചിറയിലാണ്. അദ്ദേഹം പല പ്രാവശ്യം എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അച്ഛാ, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അത് ഡൈവോഴ്സിലേക്ക് പോകാൻ പോണു, അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വിടാം, അല്ലെങ്കിൽ അച്ഛൻ തന്നെ നല്ലൊരു അറിയപ്പെടുന്ന കൗൺസിലറുടെ അടുത്തേക്ക് ഇവരെ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അഡ്വക്കേറ്റ് ജോജി എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് ബഹുമാനപ്പെട്ട ജോജി സാറിനോട് ചോദിക്കാനുള്ളത്, ജേക്കബ് ജോബ് സാർ പറഞ്ഞ രീതിയിൽ നമ്മുടെ കുടുംബ മേഖലകൾ അത്ര കണ്ട് കലുഷിതമാണോ? ഇന്ന് ഈ വിവാഹമോചന കേസുകൾ കൂടുന്നുണ്ടോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഇത് എണ്ണത്തിൽ കൂടി വരുന്നുണ്ടോ? സാറിന് എന്ത് പറയാനുണ്ട്? പരിശീലന പദ്ധതിയുടെ 25 വർഷത്തെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ പ്രസക്തി 2 തലത്തിൽ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുക. ഒന്ന്, വിവാഹ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയവർ, അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പരിശീലന പദ്ധതിയുടെ പ്രസക്തിയെപ്പറ്റി ചിന്തിക്കണം. 2, വിവാഹ ജീവിതത്തിൽ പരാജിതരായവർ. അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ ധ്വനി 2ാമത്തെ വിഭാഗത്തിലാണ്. കുടുംബജീവിതത്തിൽ വിജയിച്ചവരെ പറ്റി പറഞ്ഞാൽ നമ്മൾ പറയും, വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ, നിയതമായ പരിശീലനം കിട്ടിയവർ, വർഷങ്ങളുടെ തപസ്യ കൊണ്ട് കുടുംബജീവിതത്തെ വിജയിപ്പിച്ചവർ. അതവിടെ നിൽക്കട്ടെ. പരാജിതരുടെ കഥകളാണ് ജേക്കബ് ജോബ് സാറും ഞങ്ങളെപ്പോലുള്ള അഭിഭാഷകരുമൊക്കെ കേൾക്കുന്നത്. വിവാഹം കഴിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു സഹോദരിയുടെ ചിന്തയാണ്, മുഖമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരിക. കാഴ്ചപ്പാടുകളിലെ വികലത, പരിശീലനത്തിലെ കുറവ്, ഇതൊക്കെ അവരുടെ ബന്ധത്തെ തകർത്തു എന്നുള്ളത് വിവിധ അനുഭവങ്ങൾ, വിവിധ ആളുകളുടെ കഥകൾ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അച്ഛൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ക്രമാതീതമായി കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ ഉണ്ടാകുന്നു, കുടുംബ കോടതികളിലേക്ക് കേസുകൾ എത്തുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു സമാന കണക്ക് നമ്മുടെ അതിരൂപത കോടതികൾ കണക്കുകൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിന് മുൻപുണ്ടായിരുന്ന കണക്കിൻ്റെ ഇരട്ടിയാണ് കഴിഞ്ഞ വർഷം ഫയൽ ചെയ്യപ്പെട്ട കേസുകൾ എന്നാണ്. അപ്പോൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, കുടുംബജീവിതം സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞത് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു. അത് പരിഹരിക്കപ്പെടാതെ പെട്ടെന്ന് ബന്ധം പിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവിടെയാണ് വിവാഹത്തിന് മുമ്പും അതിനുശേഷമുള്ള പരിശീലന സംഗതികളുടെ പ്രസക്തി. അപ്പം ഈ കാലഘട്ടത്തിൽ ഈ പരിശീലനം അനസ്യൂതം തുടരേണ്ടതുണ്ട്. പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഉള്ള കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് സഭയ്ക്ക് സംവിധാനത്തിന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, ഇനിയും കുടുംബ കോടതികളിലും വനിതാ കമ്മീഷനുകളിലും വരുന്ന പരാതികളുടെ കേസുകളുടെ എണ്ണം കൂടി വരും എന്നതിൽ സംശയമില്ല. ജോജി സാർ പറഞ്ഞ കാര്യം തീർച്ചയായും സ്വീകാര്യമായ കാര്യമാണ്. എങ്കിലും ഈ വിവാഹ ഒരുക്ക ധ്യാനത്തോട് ബന്ധപ്പെട്ട ചർച്ചകൾ ഔദ്യോഗികമായും അനൗദ്യോഗികമായും പലരും നടത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഈ വിവാഹത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പരിശീലനമൊക്കെ കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്. അവർ കുടുംബജീവിതത്തിലേക്കൊന്ന് പോയ ശേഷം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് പരിഹാരവുമായിട്ട് ചെന്നാൽ പോരെ? അതിന് മുൻപേ ഒരു പരിശീലനം കൊടുക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടോ? ബഹുമാനപ്പെട്ട മാത്യു കണമല സാറ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു വിവാഹ ധ്യാനത്തിൽ കൂടിയ ആളാണ്, ഒപ്പം അറിയപ്പെടുന്ന കൗൺസിലറുമാണ്. സാറിന് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിഹാര വഴികളിലേക്ക് പോയാൽ പോരെ? ഇതിന് മുമ്പ് ഒരുങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ 20 വർഷം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയാകാൻ ആഗ്രഹിച്ച ആളും ഒന്നിച്ചിരുന്ന് കൂടിയതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണവും ശരിക്കും ആ ഒരു വിവാഹ ഒരുക്ക ധ്യാനത്തിൻ്റെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പം അച്ഛൻ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട വാദം പൊതുജനങ്ങൾ ഉന്നയിക്കുന്നതാണ്. ശരിക്കും അതിൻ്റെ ഒരു മറുപടി നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് തന്നെയാണ്. പ്രതിരോധ പ്രവർത്തനമാണ് എപ്പോഴും ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. പ്രതിസന്ധികൾ വരാതെ നോക്കലാണ് പ്രതിസന്ധി വന്നു കഴിഞ്ഞ് പരിഹരിക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനൊരു കൗൺസിലിംഗ് ഫീൽഡിലൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചെറിയൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തൻ്റെ സഹധർമ്മിണിയുടെ മനഃശാസ്ത്ര രീതിപരമായ കാര്യങ്ങൾ നേരത്തെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന എത്രയോ കാര്യങ്ങൾ അത് വഷളായി കഴിഞ്ഞ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരുപോലെ പോകണമെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിവാഹ ഒരുക്ക ധ്യാനം കൂടിയാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. ഒരുക്കത്തിൻ്റെ സമയത്ത് വരുമ്പോൾ വളരെ ക്രമീകൃതമായ ഒരു സിലബസ് വെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുകയും, പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹാരമാകുന്നില്ല. ഇതിനകത്ത് കല്യാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളും തുടർ ക്രമീകരണങ്ങൾ വഴി പരിഹരിക്കാനുമുള്ള ഒരു മാർഗം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. അതിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ജോജി സാറിനും ഒക്കെ അതറിയാമായിരിക്കും. കാരണം വലിയ സീരിയസ് ആയുള്ള പ്രശ്നങ്ങളല്ല പലപ്പോഴും വിവാഹമോചനത്തിൽ എത്തിച്ചേരാൻ ആദ്യം വരുന്നത്. ഇത് വഷളായി ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വലുതായി വരുന്നതാണ്. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് വിവാഹ ഒരുക്ക ധ്യാനത്തിൽ കേട്ട ആശയങ്ങൾ നമ്മളൊരു വിത്ത് വിതയ്ക്കുന്നത് പോലെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് തോന്നിയത്. സാറ് പറഞ്ഞ കാര്യം തീർച്ചയായും ഗൗരവമായ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യം തന്നെയാണ്. എങ്കിലും ഈ വിവാഹപൂർവ കൗൺസിലിങ് അല്ലെ ഈ ഒരുക്ക ധ്യാനം നടത്തുമ്പോൾ അതിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വരുന്നവർ ആ വിഷയങ്ങളിൽ പരിചയസമ്പന്നരല്ല എന്നുള്ളൊരാക്ഷേപം ഒരുപക്ഷെ ഈ ധ്യാനത്തിൽ കൂടാത്തവരായിരിക്കാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ധ്യാനത്തിൽ കൂടുന്ന ആളുകളും അങ്ങനെ പറയുന്നുണ്ടാവാം. ബഹുമാനപ്പെട്ട അനിയകുഞ്ഞ് സാറ് വർഷങ്ങളായിട്ട് ഈ വിവാഹ ഒരുക്ക ധ്യാനത്തിൽ ക്ലാസ് കൊടുക്കുന്ന വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവർ പറയുന്ന ആക്ഷേപം നമുക്ക് എത്ര കണ്ട് സ്വീകരിക്കാൻ സാധിക്കും? അതായത് ഓരോ വിഷയത്തിലും പരിചയസമ്പന്നരല്ലാത്ത ആളുകൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നു. ആക്ഷേപം മുഖ്യമായിട്ടും പറയുന്നത് ഒരുപക്ഷെ വൈദികരെക്കുറിച്ചാണ്. കുടുംബജീവിതം നയിക്കാത്ത ഈ അച്ഛന്മാരാണ് ഈ വിഷയങ്ങളെല്ലാം മിക്കവാറും കൈകാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ മേമ്പൊടിക്ക് വേണ്ടി ചിലരെയൊക്കെ വിളിച്ചെന്ന് വരാം. അപ്പോൾ മുഖ്യമായിട്ടും അവർ പറയുന്നു, അച്ഛന്മാരെന്നെ കുടുംബജീവിത അനുഭവം വെച്ചുകൊണ്ടാണ് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ പലപ്പോഴും അറിയാം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമീപിക്കുന്നത് അച്ഛന്മാരെയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ മാത്യു സാറ് പറഞ്ഞതുപോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂറിങ് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പ്രാവീണ്യവും കഴിവും, കാരണം ഇത് സഭയുടെ ഒരു സംവിധാനമാണ്. കാരണം സഭയ്ക്ക് കുടുംബത്തിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യമുണ്ട്. അത് ദൈവത്തിനുള്ള താല്പര്യത്തിൻ്റെ പ്രേരണ മൂലമാണ്. ആ രീതിയിൽ സഭയുടെ പ്രബോധനമെന്ന് പറയുന്നത് ദൈവപ്രേരിതമാണ്. വർഷങ്ങളായിട്ട് പഠിച്ച് ധ്യാനിച്ച് തലമുറകളുടെ ജീവിത നിങ്ങൾ കണ്ട് ഒരു ഇടവക വികാരി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രം അനുഭവമുള്ള ആളല്ല. ഇപ്പം ശരാശരി 1000 കുടുംബങ്ങളുണ്ടെങ്കിൽ വികാരി എന്നുള്ള ആ ശുശ്രൂഷ ഭംഗിയായി ചെയ്യുന്ന തോതനുസരിച്ച് 1000 കുടുംബങ്ങളുടെ നല്ലതും തീയതുമായിട്ടുള്ള അനുഭവങ്ങളുടെ കരുത്താണ്. ഇത് വേറൊരാൾക്കും കിട്ടില്ല. അപ്പോൾ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു സമർപ്പിത ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിയാണ്.
അല്ല, അതൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ കുടുംബജീവിതം, വാസ്തവത്തിൽ വൈദികരെ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരുടെ മുന്നിലുള്ളത് അവരുടെ മാതാപിതാക്കളുടെ മാതൃകയാണ്. ഒരു വർഷത്തിൽ പണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവാഹപൂർവ സെമിനാറുകളും ധ്യാനങ്ങളും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ കുടുംബജീവിതങ്ങൾ വിജയിച്ചതിൻ്റെ കാരണം മക്കൾക്ക് അനുകരിക്കാൻ സാധിക്കുന്ന തൊട്ടടുത്ത ശക്തമായിട്ടുള്ള മാതൃകകൾ അന്ന് വളരെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ വെല്ലുവിളി അത് തന്നെയാണ്, അവരപര്യാപ്തത, ആ കുറവുണ്ട്. അതുകൊണ്ട് ഈ രംഗത്ത് പ്രാവീണ്യമുള്ള അനുഭവജ്ഞാനമുള്ള അനുഭവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പലപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമാണെന്ന് ആളുകൾ ധരിച്ചു വെച്ചിരിക്കും. ആ ഒരൊറ്റ നോം വെച്ചുകൊണ്ട് വൈദികർക്ക് ഇതിന് എന്ത് യോഗ്യതയാണ് എന്ന് പറയുമ്പോൾ വളരെ സങ്കുചിതമായ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വികലമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ്. കാരണം ലൈംഗികത മാത്രമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്, അതതിൻ്റെ വളരെ പരിശുദ്ധമായ ഒരു തലമാണ്. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും അത് ആ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. ആരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ആ ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും. 25 വർഷം ഈ ഒരു പരിപാടി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും തീർച്ചയായിട്ടും ആ വിഷയം ഒരു ക്ലാസ് മറ്റൊരു അതിനു മുമ്പെടുത്ത ക്ലാസ് പോലെ അല്ല, സാരാംശത്തിൽ ഒന്ന് തന്നെയാണെങ്കിലും അവതരണത്തിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലുമൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സഭയ്ക്ക്, പുരോഹിതർക്ക്, കാരണം അവർ പൂർണ്ണമായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾ പരിത്യജിച്ചുകൊണ്ട് വിശാലമായിട്ടുള്ള, ഇപ്പോൾ കത്തോലിക്ക വൈദികർ കുടുംബത്തെക്കുറിച്ചുള്ള സേവനം നടത്തുന്നത് കത്തോലിക്ക കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എത്രയോ അകത്തോലിക്ക അക്രൈസ്തവ കുടുംബങ്ങൾ അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയ കുടുംബങ്ങൾ സൗഖ്യം തേടി, വിടുതൽ തേടി എത്ര പുരോഹിതരെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ സർവ്വതാ യോഗ്യരാണ്. കാരണം അവരില്ല എങ്കിൽ ഈ സമൂഹത്തിൻ്റെ പോക്ക് ഏത് ദുസ്ഥിതിയിലായിരിക്കും എന്നുള്ള ചിന്ത പോലും നമുക്ക് അസഹ്യമാണ്. അനികുഞ്ഞ് സാറ് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. വിവാഹ ഒരുക്ക ധ്യാനം നമ്മുടെ സഭയിൽ ആരംഭിച്ച നാൾ മുതൽ മുഖ്യമായും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ചില ഭാര്യാഭർത്തൃബന്ധ കുടുംബ മേഖലകളുണ്ട്. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ജീവശാസ്ത്രപരമായിട്ടുള്ള തലങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മനഃശാസ്ത്രപരമായ തലങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബൗദ്ധികമായ തലത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, സാമ്പത്തിക തലത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നുണ്ട്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നുണ്ട്, കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ധാർമ്മിക തലങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നുണ്ട്. സാർ പറഞ്ഞതുപോലെ ചില മേഖലകൾ തീർച്ചയായും അതിനോട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ എടുക്കണം. ഉദാഹരണത്തിന് ഭാര്യാഭർത്താക്കന്മാരുടെ ലൈംഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ഡോക്ടർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മനഃശാസ്ത്ര വിഷയങ്ങൾ മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള അച്ഛന്മാരോ അൽമായരോ ആയിട്ടുള്ള ആളുകളാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അച്ഛന്മാർ നേതൃത്വം നൽകുന്നു എന്നതുകൊണ്ട് അവരല്ല എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുന്നത്. സാറ് പറഞ്ഞ കാര്യത്തോടെ ഞാൻ കൂട്ടിച്ചേർത്തുവെന്ന് മാത്രം. ഏതായാലും വർഷങ്ങളായി വിവാഹ ഒരുക്ക ധ്യാനം നടന്നു വരുന്നു. നല്ല ശതമാനം ആളുകളെയും സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ ഈ വിവാഹ ഒരുക്ക ധ്യാനത്തോട് ബന്ധപ്പെട്ട് ഗുണം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ കൊള്ളാം, നല്ലത്, വളരെ നല്ലത് എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും ഇതിനകത്ത് ഇനിയും ഉൾക്കൊള്ളിക്കണമെന്ന് പറയുന്ന ചില വിഷയങ്ങളുണ്ടാവും. ബഹുമാനപ്പെട്ട രേഖ ടീച്ചർ വർഷങ്ങളായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ തന്നെയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന അമലഗിരി കോളേജിലെ അധ്യാപികയാണ്. തീർച്ചയായും അവരൊക്കെ ഇന്ന് ഇടപെടുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ടീച്ചറിനറിയാം. അപ്പോൾ അത്തരത്തിൽ അവരൊക്കെ പരിചയപ്പെടുന്ന മേഖലകളോട് ബന്ധപ്പെട്ട് വിവാഹോരുക്ക ധ്യാനത്തോട് ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് ടീച്ചറിന് തീർച്ചയായിട്ടും അഭിപ്രായം ഉണ്ടാവും. അത്തരത്തിൽ ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കണോ, ചിലതൊക്കെ മാറ്റിക്കളയണോ? ടീച്ചർ എന്ത് പറയുന്നു? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? 23 വർഷമായിട്ട് അധ്യാപികയാണ്. 24 വർഷം മുമ്പ് ഈ പ്രീ കാന കോഴ്സ് കൂടിയിട്ടുള്ള ആളാണ്.
പലപ്പോഴും ഇതിനെതിരെ ഉയർന്നു കേൾക്കുന്ന ഒരു ക്രിറ്റിസിസം, 22 23 വയസ്സ് പ്രായമുള്ള പക്വതയെത്തിയ പുരുഷനും സ്ത്രീയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫിനിഷിംഗ് സ്കൂള്, അതിൻ്റെ ഒരു പ്രയോജനം അത്രയല്ലേ ഉള്ളൂ. പക്ഷെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ, നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് മാതാപിതാക്കൾ മാതൃകകളായിരുന്നു. എങ്കിലും അന്ന് ആ കോഴ്സിൻ്റെ ആ സ്ട്രക്ചർ എത്ര ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കുടുംബം എന്ന് പറയുന്നത് ജീവിത പങ്കാളി മാത്രമല്ല, ഫാമിലി ഈസ് എ പാക്കേജ് ഡീൽ. നമുക്ക് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനമല്ല കുടുംബമെന്നും, എല്ലാ ബന്ധങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും, കുടുംബത്തിൽ ബന്ധങ്ങൾക്ക് എത്രയോ മാനങ്ങളുണ്ടെന്നും, ഒരു യുവാവും യുവതിയും മാത്രമല്ല ജീവിക്കുന്നതെന്നും, അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മായിയമ്മയുണ്ട്, നാത്തൂനുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽക്കാരുണ്ട്, പിന്നെ ജനിക്കാനിരിക്കുന്ന മക്കളുണ്ട്. അത്തരം ചിന്തകളൊക്കെ ഒരുപക്ഷെ എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയത് ഈ പ്രീ കാന കോഴ്സിലാണ്. ഇപ്പോൾ ജോജി സാറോ ജേക്കബ് ജോബ് സാറോ പറഞ്ഞതുപോലെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷമല്ലല്ലോ കലാലയങ്ങളിലുള്ളത്. പ്രതീക്ഷയോടെ വിവാഹത്തിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന പെൺകുട്ടികളെയാണ്, യുവതികളെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കാലങ്ങളിലൂടെ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ ഒരുപാട് വികലമായി, ഒരു വല്ലാത്ത ട്രിവിയലൈസേഷൻ, നിസ്സാരവൽക്കരണം സംഭവിച്ചിട്ടില്ലേ എന്നൊരു ഭയം 3 പെൺകുട്ടികളുടെ അമ്മയായ എനിക്ക് എന്നും തോന്നും. കുറച്ചുകൂടി ഗൗരവത്തോടെ സമീപിക്കേണ്ട വലിയൊരു പ്രസ്ഥാനമല്ലേ ഇത്? ഇത്ര നിസ്സാരമായ ചിന്തകളോടെ ഇതിനെ സമീപിച്ചാൽ മതിയോ? ക്ലാസ്സുകളിൽ പലപ്പോഴും ചർച്ചകൾ നടത്താറുണ്ട്. ഒരു 5% കുട്ടികളെങ്കിലും ജീവിത പങ്കാളി സ്വപ്നത്തിനൊത്ത് ഉയർന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാമല്ലോ മിസ്സേ. വേണ്ടാത്ത ഒരു പ്രഗ്നൻസി ഉണ്ടായാൽ അബോർഷന് മാർഗങ്ങളില്ലേ? ഈ കോഴ്സിനുള്ളിൽ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ചും എല്ലാ മേഖലകളെക്കുറിച്ചും വിഷയങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു സജഷനാണ്, പെൺകുട്ടികൾക്ക് എല്ലാ കാലവും വീടുകളിലും സമൂഹത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിബന്ധനകളും ഫോർമേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ ആൺകുട്ടികൾക്ക് അത്ര ഒരു ഫോർമേഷൻ ചെറുപ്പകാലം മുതൽ കിട്ടാറില്ല എന്നും, സ്ത്രീയെ ബഹുമാനിക്കാൻ പുരുഷന് അറിയില്ല എന്നും, അത് വളരെ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതാണെന്നും, അമ്മമാരെ ഇതിന് പ്രാപ്തരാക്കണമെന്നുമൊക്കെ സജഷൻസ് പല ചർച്ചകളിലും ക്ലാസ്സുകളിലും ഉയർന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ അല്പം കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീയെ വല്ലാതെ സാങ്ഷൻ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീയെ മാനിക്കാനും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരേ അവസരങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ ലഭിക്കത്തക്ക രീതികളിൽ നമ്മുടെ ആ ഘടനകളൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനും ഒരു പുനർനിർവചനം നടത്താനും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇത്തരം ചർച്ചകളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ മാറ്റങ്ങൾ 3 ദിവസം കൊണ്ട് വരുത്തിയെടുക്കാവുന്ന മാറ്റങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട്. പക്ഷെ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ആവശ്യമല്ലേ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. ആദരവിൻ്റെ പാഠങ്ങൾ കൂടി പഠിപ്പിക്കത്തക്ക ടോക്കുകൾ, നീ എനിക്ക് അമൂല്യനും ബഹുമാന്യനും പ്രിയങ്കരനുമാണെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും അപ്പൻ മകളോടും വൈദികൻ അൽമായനോടും അധ്യാപകൻ വിദ്യാർത്ഥിയോടും തിരിച്ചുമൊക്കെ ഇതൊക്കെ പറയുന്ന കുറച്ചുകൂടെ വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക് ഈ വിവാഹാർത്ഥികളെ കൊണ്ടെത്തിക്കുന്ന ആദരവിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങൾ അത്ര കണ്ട് കണമല സാറ് പറഞ്ഞതുപോലെ പ്രിവെൻഷൻ്റെ വലിയ ഒരു അഭ്യാസം അവിടെ നടക്കും. അത്ര കണ്ട് തകർച്ചകൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഒക്കെ പറഞ്ഞതുപോലെ
ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയ്ക്ക് പോലും പ്രസക്തിയില്ല. തീർച്ചയായും നടക്കണം. മുസ്ലിം സുഹൃത്തുക്കളും ഹിന്ദു സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര ഭാഗ്യപ്പെട്ടവരാ, കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ്, ഒരു ഫോർമേഷൻ കൊടുത്ത് അവരെ പറഞ്ഞയക്കാമല്ലോ. പല പ്രശ്നങ്ങളും അവയർനെസ്സിൻ്റെ, ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടാണ് കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് നിർബന്ധമായും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്.